ഹൈ ഡാർലിംഗ്. സോ ഡേ 1 തീർന്നിട്ടില്ല. നമ്മൾ പ്രോഗ്രാമിൻ്റെ മാത്രമല്ലേ കാണിച്ചുള്ളൂ. ഈവനിങ് ഞങ്ങൾ കോഴിക്കോട് ഫുഡെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി വന്നു. തുടങ്ങിയത് ആദാമിൻ്റെ ചായക്കടയിൽ നിന്നാണ്. ഇത്രയും ഒക്കെ സാധനങ്ങളെ ആ ടൈം ആയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചില്ല് നിറച്ചിരിക്കുന്നത് പ്രതീക്ഷിച്ചു. അതിൽ നിന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത ഇത്രയും സാധനങ്ങളാണ്. അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്രത്യേക വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ബില്ല് ഞങ്ങൾക്ക് അത്ര സുഖിച്ചില്ല. സോ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് കേട്ടോ. ആദാമിൻ്റെ ചായക്കട സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇൻഫാക്ട് ഫുഡൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ വേർത്ത് ഹൈപ്പാണോന്ന് വെച്ചാൽ അറിയത്തില്ല. ആ ഒരു വിഷമത്തിലൊക്കെ ഞങ്ങളിങ്ങനെ ബീച്ചിലൂടെ പാറിപ്പറന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇൻഫാക്റ്റ് അവിടെ ഒരു സരസിൻ്റെ മേളം നടക്കുന്നുണ്ടായിരുന്നു. അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങളുടെ കണ്ണിൽ പെടുന്നത്. ഓ മൈ ഗോഡ്. ഞാൻ പൊതുവേ അത്ര മധുരം ലവർ അല്ല. പക്ഷേ ഇവരുടെ വാക്ക് കേട്ട്, അതായത് ഇവരുടെ ഹൈപ്പ് കേട്ട് കഴിച്ചതാണ്. ഇതെന്തോ റീലിലൊക്കെ ഭയങ്കര സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല അതെങ്ങനെ കഴിച്ചു എന്നുള്ളത്. 50 രൂപയാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിന്. വാനില ഹോട്ട് ചോക്ലേറ്റ് ആണത്. അതിന് വേണ്ടിയിട്ട് മാത്രം കഴിച്ചു എന്നുള്ളത്. അതിനുശേഷം പരസ്മയോടനുബന്ധിച്ച് ഈ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. പരിപാടിയൊക്കെ ഞങ്ങൾ ഉഷാറാക്കി. ആ സമയത്ത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. അങ്ങനെ മൂപ്പര് ഞങ്ങൾക്ക് ഡിന്നർ വാങ്ങി തന്നു. അതും ഈ സരസ്മേളോടനുബന്ധിച്ച് നടക്കുന്ന ഫുഡ് കോർട്ടിൽ നിന്നുമാണ്. വനസുന്ദരിയും നെയ്പ്പത്തിലും ഒക്കെ കഴിച്ചു ഞങ്ങൾ. ശേഷം തിരിച്ച് മുറിയിൽ വന്ന് കുറച്ച് അടുത്ത ദിവസത്തേക്കുള്ള വർക്ക്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. അതും തീർത്തിട്ട് ഞങ്ങൾ കിടന്നു.